ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരും ബന്ധുക്കളും നഷ്ടമായ വർഷ കൊച്ചിയിലേക്ക് അഭയം തേടി വരുന്നുണ്ട്. ആരോഗ്യവകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്ന അഞ്ജു വർഷയ്ക്കൊരു താങ്ങും തണലും ആകുന്നു. മന്ത്രി അമ്പനാട്ട് വിക്രമൻ്റെ മകനാണ് രാഹുൽ. രാഹുലും അഞ്ജും തമ്മിൽ സ്നേഹത്തിലാണ്. രാഹുലിൻ്റെ കാമുകിയെ തിരഞ്ഞു നടക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് വർഷയാണ് രാഹുലിൻ്റെ കാമുകിയായി തെറ്റിദ്ധരിക്കുന്നത്. വിക്രമൻ്റെ സഹോദരി മകളായ ശിവനന്ദയും വിക്രമനോട് അടങ്ങാത്ത പകയുള്ള ഒരു ജേർണലിസ്റ്റാണ്. കേസില്ലാ വക്കീലാണ് നമ്മുടെ അഭിരാമി. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അഭിരാമി അനുഭവിക്കുന്നു. ഒരു ദിവസം 4 പേരും കിടപ്പാടം നഷ്ടപ്പെട്ട് നടു റോഡിൽ കൂട്ടിമുട്ടുന്നുണ്ട്. രാഹുലിൻ്റെ കാമുകിയാണ് വർഷയെന്ന് തെറ്റിദ്ധരിച്ച് വിക്രമൻ്റെ ഗുണ്ടകൾ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നു. അങ്ങനെ ആ 4 പെൺകുട്ടികളും ഒത്തുചേർന്ന് ആ ഗുണ്ടകളെ തല്ലിപ്പായിച്ചു വിടുന്നു. സ്ത്രീ വിമോചന പോരാളിയും വിക്രമൻ്റെ ആജന്മ ശത്രുവായ വസുന്ധരാദേവിയുടെ വീട്ടിലേക്ക് ആ 4 പെൺകുട്ടികൾ വാടകയ്ക്ക് താമസിക്കാനായി ചെല്ലുന്നു. ധനപാലൻ തികഞ്ഞൊരു ഭക്തനാണ്. അങ്ങനെ 4 പെൺകുട്ടികളും വസുന്ധരയ്ക്കും ധനപാലനും ഇഷ്ടമുള്ള രൂപത്തിൽ സംസാരിച്ച് അവരെ കയ്യിലെടുക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ അവരുടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു. അഭിരാമി നല്ലൊരു ഫുഡിയാണ്. പല ഫുഡിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും കൊതിപ്പിക്കുന്നു. ഒടുക്കം വീട്ടിൽ തന്നെ പാചകം ചെയ്യാവുന്ന ഒരു തീരുമാനത്തിലേക്ക് അഭിരാമിയും ശിവനന്ദയും അഞ്ജുവും വർഷയൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് ശിവനന്ദ പറയുന്നു, എനിക്ക് പാചകമൊന്നും അറിയത്തില്ല. അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കിടാങ്ങളെ, പൊളി വയനാടൻ പാചകറാണിയല്ലേ ഇവിടെ ഇരിക്കുന്നതെന്ന് അഞ്ജു വർഷയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ശിവനന്ദ ചോദിക്കുന്നു, ആണോ വർഷ നന്നായിട്ട് കുക്ക് ചെയ്യുമോ? കുറച്ചൊക്കെ ഉണ്ടാക്കുമെന്ന് വർഷ പറയുമ്പോൾ അഞ്ജു പറയുന്നു, ഓ അവളുടെ ഒരു എളിമ, ഇവക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാടാ. അന്നേരം വർഷ പറയുന്നു, കാര്യമൊക്കെ ശരിയാ, പക്ഷേ അഭിരാമി പറഞ്ഞ കണക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇവിടെ പലചരക്കും സാധനങ്ങളും ഇല്ലല്ലോ. അത് മേടിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്താഴം തട്ടിക്കൂട്ടായിരുന്നു. അപ്പോൾ അഭിരാമി പറയുന്നു, അത് മതി, ലൈറ്റായിട്ട് ഒരു ചിക്കൻ കറിയും പൊറോട്ടയും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഒരു ഫിഷ് മോളിയും വെജിറ്റബിൾ കുറുമയും ഉണ്ടായിരുന്നു ഈ പൊളിച്ചേനെ. അപ്പം അഞ്ജു വന്ന് കളിയാക്കി ചോദിക്കുന്നു, അതിൻ്റെ കൂടെ പോത്തുലർത്തിയതും കൂടി ഉണ്ടാക്കിയാൽ കഴിക്കുമോ, അതെടുത്ത് കളയോ? പിന്നെന്താ, ഞാൻ കഴിച്ചോളാന്ന് അഭിരാമി പറയുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, ഒരു ചപ്പാത്തി എന്തെങ്കിലും ഒരു കറിയും അതുണ്ടാക്കി വെക്കും, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോണോ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അഞ്ജു പറയുന്നു, ഞാനും വർഷയും കൂടി പുറത്ത് മാർക്കറ്റിൽ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മേടിച്ചിട്ട് വരാമെന്ന്. അപ്പം ശിവനന്ദ പറയുന്നു, ഓക്കെ, കുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഞാനും സഹായിക്കാം. അപ്പം അഞ്ജുവും വർഷയും മാർക്കറ്റിൽ പോകാൻ റെഡിയാകാൻ പോകുന്നുണ്ട്. അപ്പം ശിവനന്ദയും അഭിരാമിയും കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നു. പാല് കാച്ച സമയത്ത് രാഹുൽ അഞ്ജുവിനെ വിളിച്ചെങ്കിലും അവൾ കോൾ എടുക്കുന്നില്ല. കാരണം സെർവൻറ്റ് പറഞ്ഞിരുന്നു, കോൾ എടുത്തു കഴിഞ്ഞാൽ സാറ് പറയും അപശകനമെന്നും വസുന്ധര മേഡം പറയും ഏതോ ബോയ് ഫ്രണ്ടാണ് വിളിക്കുന്നതെന്ന്. അതിൻ്റെ പേര് കോൾ കട്ട് ചെയ്ത് വിട്ടിരുന്നു. വീണ്ടും നമ്മുടെ രാഹുൽ അഞ്ജുവിനെ വിളിക്കുമ്പം എടുക്കുന്നില്ല. കാരണം അവർ മാർക്കറ്റിൽ പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. ആ സമയത്ത് രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നു, അഞ്ജുവിനും വർഷയ്ക്കും താമസിക്കാൻ വാടക വീട് കിട്ടിക്കാണുമോ? ആ സമയത്ത് ശർമ്മിളയാണെങ്കിൽ അവിടെ ആരും ഇല്ലെന്ന് ഉറപ്പിച്ചിട്ട് രാഹുലിനോട് സംസാരിക്കാനായിട്ട് ചെല്ലുന്നു. മോനെ, നീ ഒരാളെ സ്നേഹിക്കുന്നെന്ന് അച്ഛനും ഹരിതയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതം ഇനി റിസ്ക്കാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നെന്ന് അവർക്ക് മനസ്സിലായ പോലെ എനിക്ക് തോന്നിയിരുന്നു. ആളാരാണെന്ന് മനസ്സിലായോ എന്ന് രാഹുൽ ചോദിക്കുമ്പം ഇല്ല, നീ സ്നേഹിക്കുന്ന പെൺകുട്ടി ശിവനന്ദയല്ലെന്ന് മാത്രം അവർക്ക് മനസ്സിലായി എന്ന് കേട്ടപ്പോൾ രാഹുലിന് സമാധാനമാകുന്നു. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഏട്ടൻ എന്നോട് ആവശ്യപ്പെട്ടെന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നു, എങ്കിൽ പേടിക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. എത്ര നാളിങ്ങനെ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് മുന്നോട്ട് പോകുമെന്ന് ശർമ്മിള രാഹുലിനോട് ചോദിക്കുമ്പോൾ രാഹുൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ശർമ്മിള വീണ്ടും പറയുന്നു, എന്നെങ്കിലും ഒരിക്കൽ ആ പെൺകുട്ടിയെ എല്ലാവർക്കും മനസ്സിലാവും. ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വ്യക്തമാകുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ജീവിതം അതോടെ അവർ കുളം തോണ്ടും. ആ സമയത്ത് അങ്ങനെ ഉണ്ടാവുന്നതിനേക്കായും ഇപ്പം ആ ബന്ധം ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്. അന്നേരം രാഹുൽ ഇല്ലാന്ന മട്ടി തല കുലുക്കുന്നു. ഇപ്പം ഇത്തിരി വിഷമം തോന്നുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടൻ്റെ വാശിയെക്കുറിച്ച് മറ്റാരേക്കായും നന്നായിട്ട് എനിക്കറിയാമെന്ന് ശർമ്മിള പറയുന്നു. നിന്റെ അവസ്ഥ ആ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ശർമ്മിള ആവശ്യപ്പെടുന്ന സമയത്ത് രാഹുൽ പറയുന്നു, ഇനി എനിക്ക് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അതിന് എനിക്കും അവൾക്കും വ്യക്തമായൊരു കാര്യമുണ്ട്. അത് ആൻറ്റിയോടെന്നല്ല മറ്റാരോടെയും പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഡാഡി ഒരിക്കലും അവളെ അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. പോരാത്തതിന് ഹരിത വിലങ്ങ് തടിയായി ഞങ്ങൾക്കിടയിലുണ്ട്. ഈ നാട്ടിൽ എനിക്കും അഞ്ജുനും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്കും അഞ്ജുവിനും നല്ലൊരു ജീവിതം കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുമ്പോൾ ശർമ്മിള ദയനീയമായി രാഹുലിനെ നോക്കുന്നു. എൻ്റെ വീട്ടുകാർ കൂടി ഈ ബന്ധം അംഗീകരിക്കണമെന്ന് അഞ്ജുവിന് വാശിയാ. അവളെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് രാഹുൽ പറയുന്ന സമയത്ത് ശർമ്മിള ചോദിക്കുന്നു, അതിനു മുമ്പ് ആ പെൺകുട്ടിയെ നിൻ്റെ അച്ഛനും ആൾക്കാരും കണ്ടെത്തിയാലോ?
അവളെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാകില്ലേ എന്ന് ശർമ്മിള ചോദിക്കുമ്പം രാഹുൽ ആലോചിച്ച് പറയുന്നു, അവളെ മാത്രമായിട്ട് ഞാൻ കൊലയ്ക്ക് കൊടുക്കില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പിന്നാലെ ഞാനും അങ്ങ് പോകും. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒരുമിച്ച്, അതാ എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് രാഹുൽ അങ്ങ് പോകുമ്പോഴത്തേക്കും ശർമ്മിളയ്ക്ക് ആകെ പേടിയാകുന്നു. വർഷ പച്ചക്കറി മേടിക്കുന്ന സമയത്ത് അഞ്ജു ചിക്കൻ മേടിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിലെ ഒരാൾ അഞ്ജുവിനെയും വർഷയും കാണുന്നുണ്ടായിരുന്നു. ഹരിതയ്ക്ക് ആ പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നുവല്ലോ. അതിൻ്റെ പേരിൽ രാഹുൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് നടക്കുവാണ് അവർ. അപ്പം മറ്റേ ആൾ ചോദിക്കുന്നുണ്ട്, രാഹുൽ സാർ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? ആ ഉറപ്പുണ്ട്, ഞാനൊരു മിന്നായം പോലെ കണ്ടതാ, ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് അവിടേക്ക് നോക്കി നടക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അവളെ എത്ര ദൂരത്ത് നിന്ന് കണ്ടാലും എനിക്ക് മനസ്സിലായാൽ മതിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അഞ്ജുവിനെ ക്രോസ് ചെയ്തിട്ട് വർഷ പച്ചക്കറി കടയിൽ നിന്നും പച്ചക്കറി മേടിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നു. ദേ നമ്മൾ തേടിയ വള്ളി, അവൾ നമ്മുടെ കാല് ചുറ്റാൻ റെഡിയായി നിൽക്കുക. അവൾ ഇവിടുന്ന് മുങ്ങുന്നതിന് മുമ്പിട്ട് ഹരിത മേഡം പറഞ്ഞതുപോലെ അവളുടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നു. വർഷ ആദ്യം കണ്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഹരിത മേഡത്തെ എത്രയും പെട്ടെന്ന് വിളിച്ച് പറയാം ആ പെൺകുട്ടിയെ കണ്ട് ഫോട്ടോ എടുത്തെന്ന്. അതിനുശേഷം അവളെ ഫോളോ ചെയ്ത് അവൾ താമസിക്കുന്ന എവിടെയാണെന്ന് കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോൾ അവർ തങ്ങളിൽ വഴക്കാകുന്നു. ഞാനാ ഫോട്ടോ എടുത്തത്, അതുകൊണ്ട് ഞാൻ തന്നെ ഹരിതയെ വിളിച്ചു പറയും. ഞാനാ ആദ്യം പെൺകുട്ടിയെ കണ്ടത്, അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുമെന്ന് പറഞ്ഞിട്ട് ഉടക്കുന്ന സമയത്ത് വർഷയും അഞ്ജു സാധനം മേടിച്ചങ്ങ് പോകുന്നു. അഞ്ജുവും വർഷയും സാധനം മേടിച്ച് പോയതറിയാതെ CIDമാർ ഒരു ധാരണയിലെത്തുന്നുണ്ട്. ഞാൻ ഹരിതയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാം, നീ ലൗഡ് സ്പീക്കറിൽ വിളിച്ച് നമ്മൾ രണ്ടാളും അവരെ കണ്ടെന്നുള്ള കാര്യം വിളിച്ചു പറയാം. അങ്ങനെ പറഞ്ഞ് വർഷയെ നോക്കുന്ന സമയത്ത് വർഷ അവിടുന്ന് പോയി. രണ്ടുപേരും ആകെ അങ്ങ് ഞെട്ടുന്നുണ്ട്. ഓ മൈ ഗോഡ്, അവൾ പോയി കഴിഞ്ഞു എന്ന് പറയുമ്പം തന്ത്രശാലിയാണ് അവൾ അധിക ദൂരമൊന്നും പോയി കാണത്തില്ല. നമുക്ക് അവളെ ഫോളോ ചെയ്യാമെന്ന് പറയുമ്പം നീ എന്നെ ഫോളോ ചെയ്താൽ മതി, ഞാൻ നിന്നെ ഫോളോ ചെയ്യും, നീ എന്നെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വഴക്കാവുന്നു. സീനിയോറിറ്റിയെ ബഹുമാനിക്കാൻ നീ പഠിക്കണം, എന്നെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞ് രണ്ടാളും കൂടി തപ്പി നടക്കുന്നുണ്ട് അഞ്ജുവിനെയും വർഷയും. ഒടുക്കം അവരെ കണ്ടെത്താൻ പറ്റുന്നില്ല. അഞ്ജുവും വർഷയും ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഓ, അവൾ വീണ്ടും മിസ്സായല്ലോ, ഇനി ഹരിത മേഡത്തിനോട് എന്ത് പറയുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജൂനിയർ ആണെങ്കിൽ സീനിയറോട് പറയുന്നുണ്ട്, നിങ്ങളല്ലേ സീനിയർ CID, നിങ്ങൾ തന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി. ഞാൻ സീനിയർ ആണെങ്കിലും ഐഡിയയുടെ കാര്യത്തിൽ നീ ഒരു IG ആണെന്നാണല്ലോ നീ പറയുന്നത്, അപ്പം ഐഡിയ പറയാൻ സീനിയർക്കും അധികാരമുണ്ട്. അത് കേട്ട് സന്തോഷിച്ച് അവൻ പറയുന്നുണ്ട്, നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, അത് കാണിച്ച് ഹരിത മേഡത്തിനോട് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാം. ഫോട്ടോ കണ്ടുപിടിച്ച് കൊടുക്കുന്നതോടെ നമ്മുടെ CID പണിയിൽ ഭൂരിഭാഗം പണിയും കഴിഞ്ഞു. പിന്നെ അവൾ മിസ്സായത് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞൊപ്പിക്കാം. അല്ലെങ്കിലും പെട്ടെന്ന് ആളെ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീരത്തില്ലേ? കുറേ നാളുകൊണ്ട് ജോലി ഇല്ലാതിരുന്ന് കിട്ടിയ കേസാ, പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊടുക്കണ്ട. ഓരോ ക്ലൂ ഇട്ടുകൊടുത്ത് പെല്ലെ നമുക്ക് ജോലി ചെയ്യാം. ഓ, വാട്ടേ ബുദ്ധി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി സന്തോഷത്തോടെ പോന്നു. ശേഷം നമ്മുടെ ഹരിതയ്ക്ക് വർഷയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു, രാഹുൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞ്. ഒരുപാട് റിസ്ക് എടുത്താൽ രാഹുൽ സാർ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തേന്നും അവരോടൊപ്പം ധാരാളം ബോഡി ഗാർഡ്സ് ഉണ്ട്, അവരുടെ കയ്യിൽ തോക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഹരിത പറയുന്നു, എന്ത് കണ്ടിട്ടാ രാഹുൽ ഇവളുടെ പിന്നാലെ പോയത്? ഏതോ പട്ടിക്കാട്ടുകാരിയാണെന്ന് കണ്ടാൽ അറിയാം. എന്നേക്കാൾ എന്ത് ബ്യൂട്ടിയാ രാഹുൽ ഇവളിൽ കണ്ടത്? പ്രണയത്തിന് കണ്ണും മൂക്കും ഒന്നും ഇല്ലെന്നല്ലേ പറയാറുള്ളതെന്ന് ഒരുത്തൻ പറയുമ്പോൾ മറ്റവൻ പറയുന്നു, അതൊന്നുമല്ല, പ്രണയത്തിന് ബാഹ്യ സൗന്ദര്യത്തിലല്ല കാര്യം, അകമയുള്ള സൗന്ദര്യത്തിലാണ്. ഈ കുട്ടി മേഡത്തിനെ പോലൊരു വില്ലത്തിയായിരിക്കില്ല, നായികയായിരിക്കും. അത് കേട്ട് ഹരിത ദേഷ്യത്തോടെ പറയുന്നു, ഇഡിയറ്റ്. മറ്റവൻ ഇവനെ തറപ്പിച്ച് നോക്കുന്നു, എൻ്റെ കയ്യിലെ ക്യാഷ് മുഴുവൻ മേടിച്ചിട്ട് ഞാൻ വില്ലത്തിയാണെന്നോ? ഐ വിൽ കിൽ ബോത്ത് ഓഫ് യു. ഞാൻ ചീത്തയായാലും നല്ലവളായാലും രാഹുലിൻ്റെ പേർ ഞാൻ തന്നെയായിരിക്കും, അല്ലാതെ ആ ഒരുമ്പെട്ടവളല്ലെന്ന് ഹരിത ദേഷ്യത്തോടെ പറയുമ്പം രണ്ടുപേരും പേടിച്ച് നിൽക്കുന്നു. മേഡം വിചാരിച്ച മര്യാദയ്ക്ക് നടക്കുന്ന രാഹുൽ സാറിനെ ബ്രെയിൻ വാഷ് ചെയ്ത് നല്ലൊരു ഗുണ്ടയാക്കിക്കൂടെ? അപ്പം നിങ്ങൾ തങ്ങളിൽ നല്ല മാച്ച് ആവത്തില്ലേ? ഞാൻ നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നെ ഉപദേശിക്കാനല്ല, കൂടുതൽ വാചകം അടിക്കാതെ ഇവളെ കണ്ടെത്തണം. ഇവളെ ഞങ്ങൾ കണ്ടെത്തിയല്ലോ, അതുകൊണ്ടല്ലേ ഫോട്ടോ കിട്ടിയെന്ന് അവൻ തമാശയ്ക്ക് ചോദിക്കുമ്പോൾ, എടോ ഇവൾ ആരാണ്, ഇവളുടെ പേരെന്താണ്, ഇവൾ എവിടാ താമസിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കണമെന്ന്. മനസ്സിലായോ കഴുതകളെ? മനസ്സിലായെന്ന് പറയുമ്പം എന്നാൽ പൊക്കോളം പറയുന്നുണ്ട് ഹരിത. അവന്മാർ പോയതിന് ശേഷം അവന്മാർ അയച്ചു കൊടുത്ത ആ ഫോട്ടോയിൽ നോക്കിയിട്ട് ഹരിത പറയുന്നു, ഐ വിൽ ഷൂട്ട് യു. ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു നിൽക്കുന്നു. അതേസമയം വർഷയും അഭിരാമിയും ശിവനന്ദയും അഞ്ജു എല്ലാവരും കൂടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അഞ്ജു പറയുന്നുണ്ട്, ഞാൻ അത്യാവശ്യം പാചകമൊക്കെ ചെയ്യും, പക്ഷേ വർഷ ഉണ്ടാക്കുന്ന രൂപത്തിൽ കുക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ശിവനന്ദ പറയുന്നു, ആദ്യം ഈ വയനാടൻ പാചക രുചി ഒന്ന് കഴിച്ചു നോക്കട്ടെ, അതിന് ശേഷം പറയാം നല്ലതാണോ അല്ലയോ എന്ന്. അന്നേരം അഭി പറയുന്നു, ടേസ്റ്റ് അറിയാൻ മണം മതി കേട്ടോ, ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പം ബാത്റൂമിൽ വരെ വന്നു ഇതിൻ്റെ സ്മെല്ല്. അന്നേരം വർഷ പറയുന്നു, ഇങ്ങനെ മണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ഫുഡിന് ടേസ്റ്റ് കാണില്ലെന്ന് അമ്മ പറയാറ് എന്ന് പറയുമ്പോൾ അഭി പറയുന്നു,
ഞങ്ങൾക്ക് അങ്ങനെ അന്ധവിശ്വാസമൊന്നുമില്ല, നീ ഇച്ചിരി കയ്യിലോട്ട് താ. അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വർഷ. എല്ലാവർക്കും കറി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ശിവനന്ദയ്ക്ക് ഒരു ഐഡിയ, കുറച്ച് കറി എടുത്ത് അപ്പുറത്ത് അങ്കിളിനും ആൻറ്റിക്കും കൊടുത്താലോ. അന്നേരം അഞ്ചു പറയുന്നു, അത് കൊള്ളാം, നല്ല ഐഡിയ, അവരുടെ വയറ്റിലൂടെ മനസ്സിലേക്ക് ഇടം നേടാൻ പറ്റുമല്ലേ. എന്നാൽ അബിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും നല്ല കറി ചുമ്മാതെ കൊടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് അഭിരാമി പറയുമ്പോൾ ശിവനന്ദ പറയുന്നു, ഇതൊക്കെ ചുമ്മാ ഒരു നമ്പരാ, നാളെ ഒരു സമയത്ത് കൃത്യമായിട്ട് റെൻറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ. അപ്പം ഇല്ലെന്നുള്ള മട്ടി എല്ലാവരും മുഖം കാണിക്കുന്നുണ്ട്. നമ്മുടെ വാടക പൈസ കിട്ടിയിട്ടൊന്നും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇതൊക്കെ അവരെ കയ്യിലെടുക്കാനുള്ള ഒരു നമ്പരല്ലേ. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ റെൻ്റ് ഒന്നും കൃത്യമായിട്ട് ചോദിക്കത്തില്ലെന്ന് ശിവനന്ദ പറയുമ്പോൾ അഭി പറയുന്നു, സ്നേഹം കൊടുക്കുന്നത് പോലെയാണോ ചിക്കൻ കറി? അപ്പുറത്ത് ആകെ 2 പേരല്ലേ ഉള്ളൂ, ഇച്ചിരി പോലും ചിക്കൻ കറി കൊടുക്കുന്നത് നിനക്ക് ഇത്ര പ്രശ്നമാണോ എന്ന് അഞ്ജുവും ചോദിക്കുന്നു. അപ്പം വർഷ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അതേസമയം ധനപാലനും വസുന്ധരയും ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ധനപാലൻ പറയുന്നു, കോഴീൻ്റെ മണം, അതിനിവിടെ കോഴിയൊന്നും ഇല്ലല്ലോ എന്ന് വസുന്ധര പറയുമ്പോൾ അതല്ല, വെച്ച കോഴിയുടെ മണം. നിങ്ങളെന്താ സിനിമ ഡയലോഗ് പറഞ്ഞ് കളിക്കുവാണോ? അതല്ല, വസുന്ധര ഉണ്ടാക്കുന്ന ഫുഡ് വായി വെക്കാൻ കൊള്ളില്ല. അപ്പുറത്തെ വാടക വീട്ടിൽ നിന്ന് ചിക്കൻ കറിയുടെ മണമാണ് വരുന്നതെന്ന് തോന്നുന്നു, അത് മണത്തെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാം. അന്നേരം വസുന്ധര പറയുന്നു, രാപകൽ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ബുദ്ധിമുട്ട് പുരുഷന്മാർക്ക് അറിയണ്ട. ജീവൻ നിലനിർത്താനുള്ള ഒരു ഇന്ധനമാണ് ആഹാരം, അതുണ്ടാക്കുന്ന ഫാക്ടറികളല്ല സ്ത്രീകൾ. രാഷ്ട്ര നിർമ്മാണത്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട്, അതിനിടയ്ക്ക് വല്ലതും ഉണ്ടാക്കി തരുന്നത് ഞങ്ങളുടെ ഔദാര്യം. ധനപാലൻ ആകെ ചമ്മിയിരിക്കുന്നു. ഉത്തരവെന്നും പറഞ്ഞ് ഫുഡ് കഴിക്കാൻ ഒരുങ്ങുമ്പം ബെല്ലടിക്കുന്നു, ആരോ വന്നിരിക്കുന്നെന്ന് തോന്നുന്നു ധനപാലൻ പറയുമ്പം വസുന്ധര പറയുന്നു, ധനം ആരോ വന്നിരിക്കുന്നു, പോയി കതക് തുറക്ക്. ധനം ചെന്ന് നോക്കുമ്പം നമ്മുടെ അഞ്ജു ശിവൻ ചിക്കൻ കറിയും കൊണ്ട് വന്നതാണ്. ഞങ്ങളൊരു ചിക്കൻ കറി ഉണ്ടാക്കി കഴിക്കാൻ അത്രയ്ക്ക് കൊള്ളത്തൊന്നും കാണില്ല, എങ്കിലും കുറച്ച് അങ്കിളിനും ആൻറ്റിക്കും കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ വസുന്ധര പറയുന്നു, അത് വേണ്ടിയിരുന്നില്ല. ധനപാലൻ പറയുന്നു, നന്നായി. വസുന്ധര പറയുന്നു, ധനപാലന് ചിക്കൻ കറിയൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് വേണ്ടിയിരുന്നില്ല. അന്നേരം അഞ്ജു പറയുന്നു, കുറച്ച് കഴിച്ചു നോക്ക് അങ്കിളെ. കഴിക്കാം. അപ്പുറത്തെ മണം കേട്ടപ്പോഴേ നല്ലൊരു ചിക്കൻ കറി ആയിരിക്കുമെന്ന് ഞാനും വസുവും ഇപ്പോൾ പറഞ്ഞ് നാക്ക് വെച്ചതേ ഉള്ളൂ. സ്ത്രീകൾ മാത്രം നടത്തുന്ന സ്റ്റോളിൽ നിന്നല്ല ഈ ചിക്കൻ മേടിച്ചത്, എങ്കിൽ വൃത്തിയും വെടുപ്പും കാണുമെന്ന് വസുന്ധര പറയുമ്പം ശിവനന്ദ കത്തി കയറുന്നുണ്ട്. സ്ത്രീകൾ മാത്രം നടത്തുന്ന സ്റ്റോളിൽ നിന്നാണ് മേടിച്ചത്, മാത്രമല്ല ഇതൊരു പൂവൻകോഴിയാണ്. പൂവൻകോഴി വെട്ടുമ്പോൾ ഉള്ള കരച്ചിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുഴുവൻ പുരുഷ സമൂഹത്തിൻ്റെ ആർത്തനാദം അതിൽ മുഴങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്ക് ഇഷ്ടപ്പെടുന്നു, ധനപാലന് ഇഷ്ടപ്പെടുന്നതേ ഇല്ല. വസുന്ധര പറയുന്നു, ഈ ഉദാത്തമായ മാതൃക എനിക്കും ഇഷ്ടപ്പെട്ടു, ഞാനും ഇനി മുതൽ പൂവൻകോഴി മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അഞ്ജു പറയുന്നു, ബെസ്റ്റ്. നിങ്ങൾ കറി കഴിച്ചായിരുന്നോ എന്ന് ധനപാലൻ ചോദിക്കുമ്പം അഞ്ജു പറയുന്നു, വ്യാഴാഴ്ച ആയതുകൊണ്ട് ചിക്കൻ കറി കഴിക്കത്തില്ല, വെജിറ്റബിൾ മാത്രമേ കഴിക്കൂ, ഫ്രിഡ്ജിൽ വെച്ച് നാളെ എടുക്കുള്ളൂ എന്ന് പറയുമ്പം ധനപാലൻ പറയുന്നു, ശരിക്കുള്ള ഭക്തി ഇത് തന്നെയാണ്. 5 വർഷം പോകുമ്പം ധനപാലൻ പറയുന്നു, എന്തൊരു ഗുരുത്തം, ചിക്കൻ കറിക്കോ? അല്ല അഞ്ജുമോക്ക്. ശിവനന്ദയ്ക്കും ഗുരുത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ലെന്ന് വസുന്ധര കത്തിക്കയറുന്നു. അഞ്ജുവും വർഷയും പരസ്പരം അവിടെ തള്ളിനെ പറ്റി പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. വർഷയോട് അഞ്ജു പറയുന്നുണ്ട്, നീ അല്പം കുലസ്ത്രീയായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്കിളിൻ്റെ മുമ്പിൽ നിനക്ക് പിടിച്ചിരിക്കാൻ ഞാൻ ഔട്ടാകും. അത് കേട്ട് വർഷ വിഷമിച്ച് പോകുന്നത് കണ്ടിട്ട് ശിവനന്ദ ചോദിക്കുന്നു, ഇവക്ക് എന്ത് പറ്റി? ഫുഡ് വെച്ചവർക്ക് അധികം കഴിക്കാൻ പറ്റില്ലെന്ന് അഞ്ജു പറയുന്നു. ശരിക്കും പറഞ്ഞാൽ വർഷയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് വിഷമിക്കുന്നത്. കുറേ നാൾ കൂടി വായ്ക്ക് രുചിയായി എന്തെങ്കിലും കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതേണക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരുമായിരിക്കും അല്ലേ വസു എന്ന് പറയുമ്പം വസുന്ധര പറയുന്നു, ശിവമ്മക്ക് നന്നായിട്ട് ഫുഡ് വെക്കാൻ അറിയാമെന്ന് മനസ്സിലായി. ആര് പറഞ്ഞ്? ആ ചിക്കൻ കറി വെച്ചത് അഞ്ജുമോളാ, പൂവൻകോഴി മേടിച്ചത് ശിവമോളാ. 2 പേരും കൂടി തർക്കിക്കുമ്പം ധനപാലൻ പറയുന്നു, വ്യാഴാഴ്ച ദിവസം നോൺ വെജ് വെച്ചാൽ പോലും കഴിക്കില്ലെന്ന് അഞ്ജുമോള് പറഞ്ഞത് വസു കേട്ടില്ലായിരുന്നോ? നിങ്ങൾ പുരുഷവർഗത്തിന് ഒന്നും അറിയില്ലെന്ന് വസുന്ധര കത്തിക്കയറുന്നു. കറി വായി വെച്ചപ്പോൾ തന്നെ ആ കറി ഉണ്ടാക്കിയത് ശിവമോളാന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ കറിക്ക് ഫെമിനിസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ധനപാലൻ ചോദിക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാവില്ല. കറിയിലെ ഓരോ ചേരുവകളെ എണ്ണി പറഞ്ഞ് പുരുഷവിരോധത്തിനെതിരെ ശിവനന്ദ ഉണ്ടാക്കിയ കറിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ എന്താകുമല്ലേ, കാത്തിരിക്കാം.